യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം ഫലം കായ്ക്കുന്ന ജീവിതം. ധ്യാനത്തിനായുള്ള തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് യേശുവിനോടൊപ്പമുള്ള യാത്ര. ദൈവത്തിനായി വളരെ ഫലം കായ്ക്കുവാൻ നാം ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും വസിക്കുന്നവരായിരിക്കണം. കർത്താവായ യേശുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നത് നാം എപ്പോഴും ഓർക്കണം. ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നു. നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായി തീരുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കാതെ കൊമ്പുകളായ നമുക്ക് സ്വയമായി ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തുവിൽ ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും പിതാവായ ദൈവം വെട്ടി നീക്കിക്കളയുന്നു. ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ ആത്മാവിൻ്റെ ഫലം നമ്മിൽ കായ്ക്കുന്നു. നാം വളരെ ഫലം കായ്ക്കുന്നതിലൂടെ പിതാവായ ദൈവം മഹത്വപ്പെടുന്നു. അങ്ങനെ നാം കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ ആകും. ക്രിസ്തുവിൽ വസിച്ച് വളരെ ഫലമുള്ളവരായി പിതാവായ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്ന ജീവിതം നയിക്കാൻ യേശുവിനോടൊപ്പം ചേർന്ന് നടക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന ജീവിതമാണോ നമ്മുടേത് എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ക്രിസ്തുവിൽ യഥാർത്ഥമായി വസിക്കുന്നവർ ആത്മാവിൻ്റെ ഈ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം നയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധരങ്ങളിൽ നിന്നും ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന് എബ്രായർ 13-ാം അധ്യായം 15-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിധത്തിൽ ദൈവത്തിന് പ്രസാദകരമായ, ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ക്രിസ്തുവിൽ വസിക്കുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നയിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അങ്ങേക്കായി ഫലം കായ്ക്കുന്ന ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളിലും ഞങ്ങൾ അങ്ങിലും വസിച്ചുകൊണ്ട് വളരെ ഫലം കായ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.